ഈ വിഷയത്തിൽ MSR ആണ് പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞത്. MSR പഴയ കാലത്ത് 89 ലക്ഷം ഒരുപാട് ആളുകൾ MSR കരസ്ഥാക്കിയിട്ടുണ്ട്. ഇപ്പോഴും പുതിയ വർഷങ്ങൾക്ക് മുമ്പ് MSR വളരെ സുതാര്യമാക്കാൻ വേണ്ടിയിട്ട് സംഘടനാ രംഗത്ത് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന സംസ്ഥയുടെ വിങ്ങാണ് SKS. SYSO മറ്റുള്ള ഘടകങ്ങളാകുമ്പോഴേക്ക് വലിയ മുതിർന്നവരാകുമ്പോൾ സൂക്ഷ്മത ഇല്ലാത്ത രൂപത്തിൽ അവർക്ക് ഒപ്പിട്ട് കൊടുക്കും. അതിന് വേണ്ടിയിട്ട് വളരെ കർക്കശമായ നിലപാടും കേഡർ സ്വഭാവത്തോടു കൂടി പോകുന്ന SKSFനെയാണ് ഇതിന് NOC എന്നുള്ള രൂപത്തിൽ സീല് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. MSR കിട്ടണമെങ്കിൽ അത് ഇദ്ദേഹം സംഘടിപ്പിച്ചിട്ടാണോ പുതിയ MSR വാങ്ങിയത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പുതിയ MSR ആണോ ഉള്ളത്, പഴയ MSR ആണോ ഉള്ളത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇനി പുതിയ MSR ആണ് കിട്ടിയതെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് സീല് കിട്ടിയത് എന്നും എവിടത്തെയാണ് ഒപ്പ് അല്ലെങ്കിൽ സീല്, എവിടത്തെയാണ് ലെറ്റർ എന്ന് വിദ്യാഭ്യാസ ബോർഡുമായി ബന്ധപ്പെട്ട് അത് ഞങ്ങൾ അന്വേഷണം നടത്തി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ലിയർ ചെയ്യും. അതുകൊണ്ട് ഏതായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങളെ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ മദ്രസ മാനേജ്മെൻറ്റ് കമ്മിറ്റികൾ ചെയ്യും. കാരണം ഇത് ഉസ്താദുമാരെ നിയമിക്കുന്ന ഉസ്താദുമാർ എത്രത്തോളം പ്രതികളാണ് എന്നതുപോലെ തന്നെ ഉസ്താദുമാരെ നിയമിക്കുന്ന മാനേജ്മെൻറ്റ് കമ്മിറ്റികളും ഒരു പ്രതികൾ എന്ന് പറയുന്ന രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്, സംശയമില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ സൂക്ഷ്മത പുലർത്തേണ്ടത് അതാത് മദ്രസ മഹല്ല് കമ്മിറ്റികളുടെ ബാധ്യതയാണ്. ഇൻഷാ അല്ലാഹ് അത് നിർവഹിക്കാൻ ആവശ്യമായ ഗൈഡൻസും നിർദ്ദേശങ്ങളും മദ്രസ മാനേജ്മെൻറ്റ് ജില്ലാ കമ്മിറ്റി കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.